എടാ അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അടിച്ചിടേ. എടാ എടുക്കാൻ നോക്ക്. ബമ്പർ അങ്ങ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചോ. അത് ആ ബൂമർ മാറ്റിയിട്ട് ഈ നമ്പർ പ്ലേറ്റ് എടുത്ത് വയ്യ ആദ്യം. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത് റിവെറ്റ് ചെയ്ത് വേണം വയ്ക്കാൻ. ഇത് തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. റിവെറ്റ് ചെയ്ത് വേണം വയ്ക്കാൻ കേട്ടോ. അന്ന് വന്ന സമയത്ത് അശ്വിൻ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി മേലിൽ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് നടക്കരുത് കേട്ടോ. വണ്ടി വർക്ക്ഷോപ്പിൽ തന്നെ ഇട്ടേക്കുക. നിങ്ങൾ വണ്ടി ഇനി റോഡിൽ ഇറക്കരുത്. അവർ ഇപ്പം ശാന്തരായി. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം മനസ്സിലായി. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സാറിന് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് അതൊരിക്കലും മനസ്സിൽ വെച്ചേക്കരുത്. അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായത് നമുക്ക് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതില്ല. ഇനി എന്തായാലും ഒരു വട്ടം നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നേരെയാക്കാം. ആ പോട്ട് അങ്ങനെ തന്നെ പോട്ട്. അങ്ങനെ അങ്ങ് പിടിച്ചോ. നേരെ പിടിച്ചോ. ചേട്ടാ, ഇതിൻ്റെ ബമ്പർ എല്ലാം ഇളക്കണേ, സൺഫിലിം ഇളക്കണേ, പിന്നെ ആ ഗിയർ ലിവറിൻ്റെ അത് ഇളക്കണം. ഇവിടുന്ന് പിന്നെ ആ സൈലൻസർ, ബാക്കി പറ്റാത്തത് മാത്രം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്താൽ മതി കേട്ടോ. സൈലൻസർ ഇളക്കാൻ പറ്റുമല്ലോ. മറ്റേ ആ ഫയർ വരുന്നതിൻ്റെ ഇല്ലേ, ആ മോട്ടർ, അതങ്ങ് ഇളക്ക്. കളറ് RCയിലുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ തന്നെ ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ ചെയ്യണം. ഇത് മാറ്റണം, ഈ സൈഡിലെ സ്റ്റിക്കറുകൾ അതെല്ലാം മാറ്റണം കേട്ടോ. ഇപ്പം നിങ്ങൾ നേരിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടെ ഇട്ട് പണി ചെയ്യിപ്പിക്കുക. പണി ചെയ്യിപ്പിച്ചതിന് ശേഷം വിവരം നമ്മുടെ അടുത്ത് പറയുക. നമ്മൾ അവിടെ വന്ന് വണ്ടി നോക്കിക്കോളും. വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് RTOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തോളും കേട്ടോ. ഞാൻ പറയുന്നത് ഇവിടുന്ന് ഈ 2 കണക്ഷനും ഇവിടുന്ന് അങ്ങുള്ളത് അങ്ങ് ഡിസ്കണക്ട് ചെയ്യും. എന്നിട്ട് ആ ഫൗണ്ടേഷൻ ബോൾട്ടും അങ്ങ് അഴിച്ചിട്ട് ആ സാധനം അങ്ങ് ബാക്കി കണക്ഷൻ അവിടെ കിടന്നോട്ടെ. ECU എന്നുള്ള ബാക്കി പ്രശ്നമില്ലല്ലോ. അവിടെ ബാക്കി വർക്ക്ഷോപ്പിൽ ഏതാ അത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അശ്വിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. അന്ന് അശ്വിനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അന്ന് വന്ന സമയത്ത് അശ്വിൻ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെല്ലാം അറിയാമല്ലോ. ഇനി മേലിൽ നിങ്ങളെല്ലാവരും ഇവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരെ, എല്ലാവരും BTech സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾ വേണം സമൂഹത്തിന് നല്ല മാതൃകകളാവാൻ. ഇനി മേലിൽ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് നടക്കരുത് കേട്ടോ. അതും പ്രത്യേകിച്ച് ഇവർ മെക്കാനിക്കൽ തന്നെ പഠിക്കുന്നവരുമാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇവർക്കൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവർ തന്നെ ആയിരുന്നു. പിന്നെ അന്നേരത്തെ ഒരു ബഹളത്തിന്, ആ വെപ്രാളത്തിന് കുറേ ബഹളമൊക്കെ കാണിച്ചതാണ്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവർ വന്ന് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് RTOയെ കണ്ടിരുന്നു. അപ്പോൾ സാറ് ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർ ബഹുമാനപ്പെട്ട മന്ത്രിയെയും പോയി കണ്ടു. അപ്പോൾ സാറും കർശനമായ നടപടികൾ എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സാറും ഇതിനെ കണ്ടു, ബഹുമാനപ്പെട്ട RTOയെ കണ്ടു. അപ്പോൾ ഇവർ പിന്നെ കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ പിന്നെ ഒരു കൂട്ടായിട്ട് ഇപ്പം സഞ്ജു ടെക്കിയുടെ ഒരു കേസ് ഇപ്പം 2 ദിവസം കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വണ്ടി വിട്ടു തരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ഓൾട്ടറേഷൻസ് എല്ലാം മാറ്റിയിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ തന്നെ ഇട്ടേക്കുക. നിങ്ങൾ വണ്ടി ഇനി റോഡിൽ ഇറക്കരുത്. ഇപ്പം അശ്വിൻ്റെ ലൈസൻസ് ഓൾറെഡി സസ്പെൻഡ് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ RC സസ്പെൻഷനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് നടക്കുന്നത് കൊണ്ട് ഇനി വണ്ടി റോഡിൽ ഇറക്കരുത്. എത്ര നാളത്തേക്കാണോ RC സസ്പെൻഷൻ വരുന്നത് അത്രയും നാൾ വണ്ടി റോഡിൽ ഇറക്കരുത്. പണി കഴിഞ്ഞാലും വണ്ടി വർക്ക്ഷോപ്പിൽ തന്നെ ഇട്ടേക്കുക. അവിടെ വന്ന് നമ്മൾ വണ്ടി നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തോളും. ഇപ്പം വണ്ടി ഓടിച്ചു കൊണ്ടുപോകരുത്. റിക്കവറി വാൻ വന്നേ കൊണ്ടുപോകാവൂ. കേസ് വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളിവിടെ ചെക്കിങ്ങിനിടയ്ക്ക് പിടിച്ചതാണ്. അപ്പം ഇപ്പം പറയുന്നത് ഇവിടെ കൊല്ലത്തേക്ക് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ആകെ ആ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് എത്തിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ അത്യാവശ്യം കോളേജുകളിലൊക്കെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് പിന്നെ അന്വേഷിച്ചപ്പോഴൊക്കെ ബിഷപ്പിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നെന്നൊക്കെ അറിഞ്ഞത്. ഇവിടെ വെച്ച് തന്നെ മാക്സിമം ഇളക്കിച്ചിട്ട് ഇളക്കാൻ പറ്റാത്തത് മാത്രം വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇളക്കിയിട്ട് വണ്ടി നോർമൽ കണ്ടീഷനിലാക്കി കളർ ഉൾപ്പെടെ മാറ്റി RCയിലുള്ള രീതിയിലാക്കുക. ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട്, ഇപ്പോൾ RC എത്ര നാളത്തേക്കാണ്, ഇപ്പം മലപ്പുറത്താണ് രജിസ്റ്റേർഡ് ഓണർ ഉള്ളത്. അതുകൊണ്ട് മലപ്പുറം RTOയ്ക്ക് ഇപ്പം RC സസ്പെൻഷൻ്റെ ഫയൽ ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ സാർ അത് എത്ര നാളത്തേക്കാണ് ചെയ്യുന്നതെന്നുള്ളത് അത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അത്രയും നാൾ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അന്ന് പറ്റിപ്പോയ തെറ്റാണ്. അപ്പോഴത്തെ ഒരു ഇതിന് പറ്റിപ്പോയി. സോറി. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സാറിന് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് അതൊരിക്കലും മനസ്സിൽ വെച്ചേക്കരുത്. അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായത് നമുക്ക് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയത് അത് നിയമം ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അത് നമ്മൾ ചെയ്തു. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതില്ല. ഇനി എന്തായാലും ഒരു വട്ടം നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി അങ്ങനെ ആവർത്തിക്കത്തില്ല.